ആലുവയിൽ മോഷണക്കേസ് പ്രതി ചാടിപ്പോയി. അസം സ്വദേശി ഐനുൽ അലിയാണ് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ചാടിപ്പോയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കളമശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ ഐനുൽ അലിക്കായി എവിടെയാണ് ഇപ്പോൾ പോലീസ് തെരച്ചിൽ നടത്തുന്നത്? എങ്ങനെയാണ് ഇയാൾ ആശുപത്രിയിൽ നിന്നും പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ടത്? സ്മൃതി, ഈ പ്രതിയായ ഐനുൽ അലിക്കായിട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഈ കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപത്തെ സ്ഥാപനത്തിൽ നിന്നാണ് കോപ്പർ റാഡ് മോഷണം പോരുന്നത്. അങ്ങനെ 1.5 ലക്ഷം രൂപയുടെ കോപ്പർ റാഡ് മോഷണം പോവുകയും പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇയാളാണ് പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് നീങ്ങിയിരുന്നത്. ഇന്ന് പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ വൈദ്യപരിശോധനയ്ക്കായിട്ടാണ് ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ എത്തിച്ച സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ഇയാൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. കൈവിലങ്ങുമായിട്ടാണ് ഓടി രക്ഷപ്പെട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ജില്ല വിട്ട് പോയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെ ഇയാൾക്കായിട്ട് വിശദമായ അന്വേഷണം വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്. ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ആലുവയിലെ ഒരു വീട്ടിലാണ്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ഇയാളെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്കെതിരെ നേരത്തെയും മോഷണ കേസുകൾ ഉണ്ടെന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇയാളുടെ സ്വന്തം സ്ഥലമായ അസമിലടക്കം ഇയാൾക്കെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടെന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുന്നത്. ശരി, SS ശരണാണ് പ്രതിക്കായി ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.